നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു വർഷം മുമ്പ് നമ്മൾ ഫിനാൻഷ്യൽ ഗൈഡിൽ ചെയ്ത ഒരു വീഡിയോ, അത് പജേറോ വാഹനങ്ങൾ മാത്രം വിൽക്കുന്ന ഹരി ചിറക്കടവ് എന്ന ഒരു സംരംഭകനെ പറ്റിയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു എക്സ്പാൻഷൻ സ്റ്റേജിലാണ്. അദ്ദേഹം ഇപ്പോൾ കോട്ടയം പൊൻകുന്നത്ത് പജേറോ വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു ഷോറൂം തുറന്നിരിക്കുകയാണ്. പജേറോ വേൾഡ് പജേറോ വേൾഡ് എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ ഷോറൂമിൻ്റെ പേര്. പജേറോ വേൾഡിൻ്റെയും ഹരി ചിറക്കടവ് എന്ന സംരംഭകൻ്റെയും പുതിയ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഒരു വർഷത്തിന് ശേഷം വീണ്ടും കാണുക. അതെ, വളരെ സന്തോഷം. അപ്പോൾ ഞാൻ ഷോറൂം കണ്ടു, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ പണി തീരാണ്ട്, പകുതിയൊക്കെ ആക്കിയിട്ടേക്കും. ഷോറൂം മാത്രമല്ല, അകത്തും പുറത്തും ഇഷ്ടംപോലെ വണ്ടികളുമായിട്ടുണ്ട്. അപ്പം നമ്മൾ അന്ന് വന്നപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു അല്ലേ? അതെ. അപ്പം എന്നാലും വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഇതിലേക്ക് മാറാൻ ഈ ഒരു വർഷം കൊണ്ട് എന്താ അത്ഭുതം സംഭവിച്ചത്? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോഴും പ്രൊഫഷണലായിട്ട് തുടങ്ങി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, ഒരു 4-5 പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ വീഡിയോ കവർ ചെയ്യുന്നു. പിന്നെ ആ ഒരു 1-2 വർഷത്തിനിടയിൽ നമുക്ക് ഈ മീഡിയ, പ്രിന്റ് മീഡിയയിലാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സെയിൽ, അതെ ഇപ്പോൾ സെയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. ശരിക്കും കഴിഞ്ഞ വർഷത്തെ കസ്റ്റമറെ നമുക്ക് 100% സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ വർഷം. അപ്പം വണ്ടിക്ക് ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്നു. നമുക്ക് ഒത്തിരി വണ്ടി കൊടുക്കാനില്ലായിരുന്നു. വണ്ടി നമുക്ക് സമയത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനുവേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് ഒരു സിസ്റ്റം, മറ്റേന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ചുമ്മായിട്ട് വിൽക്കുന്ന ഒരു സംവിധാനമായിരുന്നു. അപ്പം അത് മാറിയിട്ട് ഇതിനുവേണ്ടി തന്നെ ഒരു സംവിധാനം, ഇതിനുവേണ്ടി തന്നെ ഒരു 4-5 സ്റ്റാഫ്, അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് മാറണമെന്ന് വിചാരിച്ചത്. അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സിലാണ്. ശരിക്കും അത് പൂർണ്ണമായിട്ടില്ല. സ്റ്റാഫ് 2 പേര് ആവാനുണ്ട്. പിന്നെ നമ്മൾ തന്നെ സർവീസ് സെന്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. തുടങ്ങിയോ അതോ തുടങ്ങാൻ? ഓൾറെഡി നമ്മൾ തുടങ്ങി. അത് നമ്മൾ ഇവിടുന്നൊരു 8 കിലോമീറ്റർ ആണ്. അവിടെ പജേറോ നമ്മുടെ വണ്ടിയെല്ലാം അവിടെ വന്ന് റീഫർബിഷ് ചെയ്താണ് നമ്മളിപ്പോൾ നമ്മൾ വിളി ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംഭവിച്ചൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട മറ്റ് വർക്ക്ഷോപ്പുകളിലാണ് നമ്മൾ വണ്ടി സർവീസിന് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മൾ കൊടുക്കുന്നില്ലെന്നല്ല, നമ്മൾ പാലയിലെ ജോസി ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ, അതുപോലെ രഞ്ജിത്ത്, അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്ന ആളുകളുടെ എല്ലാം കയ്യിൽ നമ്മൾ വണ്ടികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ തിരക്ക്, അവരും നല്ല തിരക്കുള്ള ആളുകളാണ്. അപ്പം അവിടുത്തെ തിരക്ക് നമ്മുടെ വണ്ടികൾ പലതും നമുക്ക് സമയത്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, നമുക്ക് അവരുടെ ഒരു ഇതും കൂടെ, അവരുടെ ബിസിനസ് നടക്കണം, നമ്മുടെ വണ്ടി മാത്രം അവർക്ക് കൊണ്ടുവന്നാൽ പോരാ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മാനേജ് ചെയ്ത് സമയത്ത് നമ്മുടെ ആ ഒരു ടൈം ലിമിറ്റിനകത്ത് തീരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സർവീസ് സെൻറ്റർ നമ്മൾ തന്നെ എന്നുള്ള കൺസെപ്റ്റ് ചെയ്തത്. നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത ചില വർക്കുകളുള്ളത് നമ്മൾ വെളിയിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇപ്പം നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ വണ്ടി നമ്മൾ റിസ്റ്റോറേഷന് വേണ്ടി വണ്ടികൾ വരുന്നുണ്ട്. ഇപ്പം മെക്കാനിക്കൽ സൈഡ് വർക്കുകൾ അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ സീറ്റ്, അങ്ങനത്തെ ഫുൾ വർക്കുകൾ, അങ്ങനെ നമ്മൾ റീസ്റ്റോർ ചെയ്തതിന് വേണ്ടിയുള്ള വണ്ടികൾ എനിക്ക് തോന്നുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്ന് വണ്ടി ഇപ്പം വരുന്നുണ്ട്. നമ്മുടെ ആളുകൾ, നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞ് കേട്ടറിഞ്ഞാണോ പുതിയ ആളുകൾ വരുന്നത്? നമുക്ക് ശരിക്കും ഒരു 1.5 വർഷം മുമ്പ് വരെ അത് മാത്രമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും നമുക്ക് സെയിലിംഗ് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരുന്നു. കാരണം നമ്മളെ അറിയാവുന്ന ആരെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് കുറച്ചും കൂടി ഈസിയാണ് ശരിക്കും സെയിൽ. കാരണം വെച്ചാൽ നമ്മൾ കൂടുതലെന്നല്ല, നമ്മൾ ചെയ്യുന്ന വണ്ടികളെല്ലാം തന്നെ അതർ സ്റ്റേറ്റ് വണ്ടികളാണ്. പിന്നെ NOC അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആളുകളുടെ മനസ്സിലെപ്പോഴും ആശങ്കയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മളെ നല്ലപോലെ അറിയാവുന്ന ഒരാളുടെ കെയർ ഓഫിൽ വരുന്നൊരു സെയിൽ നമുക്ക് ക്ലോസ് ചെയ്യാനും എളുപ്പമാണ്. നമ്മളവരെ കുറച്ച് കാലം, ഇപ്പോൾ നമ്മുടെ ഒരു NOC ഡിലേ വന്നാലൊന്നും അതിൻ്റെ ഇടയ്ക്ക് ഒരാളുള്ളതുകൊണ്ട് അവർക്ക് അത്ര ടെൻഷനൊന്നുമില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമുക്ക് സോഷ്യൽ മീഡിയ വഴി വന്നവരും അങ്ങനെ കേട്ടറിഞ്ഞ് വന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം NOC ഡിലേ ഒക്കെ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. ഇപ്പം നേരത്തേക്ക് അപേക്ഷിച്ച് ഇപ്പോൾ NOCക്ക് ഭയങ്കര ഡിലേ ആണ് മറ്റു പല സംസ്ഥാനങ്ങളിലും. NOC ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പം പണ്ട് എന്ന് പറയുന്നത് NOC വളരെ ഈസിയാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും വളരെ നമുക്ക് എങ്ങൊന്നും NOCയുടെ ഒരു പ്രശ്നം ആ സമയത്ത് ഒരിടത്ത് പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് NOC കിട്ടാത്ത 4 കേസുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ വിറ്റ വണ്ടികളിൽ നമുക്ക് NOC കിട്ടാത്ത 4 കേസുണ്ട്. ആ 4 കേസിനകത്ത് 2 പേർക്ക് വേറെ വണ്ടി കൊടുത്തു. നമ്മളൊരു വണ്ടി, നമ്മളിപ്പോൾ ഇതുപോലെ ഇപ്പോൾ അതർ സ്റ്റേറ്റ് ആണ്, പജേറോ വേൾഡിൽ ഒരു വണ്ടി പജേറോ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്?
ഇപ്പം നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ചെയ്തതിനകത്ത് ഒന്ന് രണ്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസിനകത്ത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പേഴ്സണൽ ബന്ധങ്ങൾ വഴിയുള്ള സെയിൽ ആയതുകൊണ്ട് നമുക്കിത് എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിസ്റ്റോറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നതെന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റി പുതിയതാക്കി അങ്ങനെ തിരികെ കൊടുക്കും എന്നൊക്കെയാണ് ധരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു വണ്ടിയിൽ ഈ റീസ്റ്റോറേഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന മാർജിൻ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മെക്കാനിക്കലായിട്ടുള്ള വർക്കുകളുണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, അങ്ങനെ ഒത്തിരി വർക്കുകൾ, സീറ്റിൻ്റെ കവറുണ്ട്, പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകളുണ്ട്, ഇതിൻ്റെ സെറാമിക് പോളിഷിംഗ് ഉണ്ട്, മെക്കാനിക്കൽ സൈഡുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഇടുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്ന ഒരു ഇതെല്ലാം എക്സ്പേർട്സാണ് ചെയ്യുന്നത്. നമ്മളതെല്ലാം ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ തന്നെയാണ് പൊതുവെ ചെയ്യുന്നത്. അങ്ങനെ അതുമായിട്ട് ഇതുവരെ അങ്ങനെ ഒരു വണ്ടിയുടെ ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇത്രയും കാലമായിട്ട് നമ്മൾ കൊടുത്തൊരു വണ്ടിക്കാണ് ആകെ ഒരു മേജർ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്. ബാക്കി ഒരു വണ്ടി നമ്മൾ കൊടുത്തതിനകത്ത് മെക്കാനിക്കൽ സൈഡിൽ ഒരു പ്രശ്നം ഒരു കസ്റ്റമർക്ക് വന്നിട്ടില്ല. അപ്പോൾ അതും ആ വണ്ടി കസ്റ്റമർ അത്യാവശ്യം ശകലം ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടൊക്കെ അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പം അങ്ങനെ ഇതില്ല. ഇപ്പം നമ്മൾ എല്ലാ വണ്ടിയും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ചാർട്ടുണ്ട്, ആ ചാർട്ട് വെച്ചുള്ള വർക്കുകൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മളതുകൊണ്ട് കസ്റ്റമറോട് കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇന്ന കാര്യങ്ങൾ ഇത്രയും മാത്രമേ ചെയ്യത്തുള്ളൂ. അത് നമ്മളിപ്പം ലിസ്റ്റാക്കി കൊടുക്കും. അപ്പം കഴിഞ്ഞ വർഷം ഒരു ആദ്യത്തെ സമയത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് കൊട്ടേഷൻ കൊടുക്കും, മെക്കാനിക്കൽ വർക്ക് എന്ന് എഴുതി കൊടുക്കും. മെക്കാനിക്കൽ വർക്ക് കസ്റ്റമർ നോക്കുന്ന സമയത്ത് എല്ലാം മെക്കാനിക്കൽ വർക്കാണ്. അപ്പം അതൊക്കെ കുറച്ച് മാറ്റം വരും. നമ്മുടെ ഒരു നമ്മൾ സ്പെസിഫിക് ആയി നമ്മൾ ചാർട്ട് കൃത്യമായിട്ട് കൊടുക്കും, ഇത്രയും മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മളിപ്പോൾ എഴുതി കൊടുക്കും, ഇന്ന വർക്കുകൾ മാത്രമേ ചെയ്തുള്ളൂ. പ്രൊഫഷണലായി ഇപ്പം അങ്ങനെ ഇതുവരെ ആയിട്ടില്ല, ഇനി കുറച്ചും കൂടെ അപ്പം അങ്ങനെയല്ല. നമ്മുടെ പല ബിസിനസ്സിനിടയ്ക്ക് നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനുവേണ്ടി തന്നെ നമ്മൾ ഒരു സംവിധാനമില്ല. നമ്മളെ മീൻസ് നമ്മൾ പല ബുദ്ധിമുട്ടുകളിലായിരിക്കും. അപ്പം നമ്മളെ വിളിച്ചാൽ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഒരു വിഷയങ്ങളൊക്കെ നമുക്കിപ്പോൾ ഒരു 2 മാസത്തിനുള്ളിൽ ഇവിടുത്തെ ഒരു ഓഫീസ് ഫുൾ ടൈമായിട്ട് ലൈവ് ആകുന്നതോടുകൂടി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവസാനിക്കും. ഇപ്പം നമ്മുടെ നേരത്തെ ആ യാർഡിലുണ്ടായിരുന്ന വണ്ടികളെല്ലാം ഇങ്ങോട്ടേക്ക് ആക്കിയോ? ഇല്ല, വണ്ടികൾ നമുക്ക് ഇതെല്ലാം പുതിയ വണ്ടികളാണ്. എല്ലാം അതാത് സമയത്ത് വരുന്ന പുതിയ വണ്ടികളാണ്. ഒരു വർഷം മുമ്പുള്ള വണ്ടികളെല്ലാം കഴിഞ്ഞ വർഷം നമുക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായിരുന്ന വർഷങ്ങളിലൊന്നാണ്. കഴിഞ്ഞ വർഷത്തെ വണ്ടികളൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ചില വണ്ടികൾ കൊടുത്ത വണ്ടികൾ 1-2 നമ്മൾക്ക് സെയിലിന് വേണ്ടി വന്ന വണ്ടികളുണ്ട്. എനിക്ക് തോന്നുന്നത് വണ്ടി അതിൻ്റെ അകത്ത് ആ സമയത്തൊക്കെ ഉള്ള കിടപ്പുണ്ടോ. ബാക്കിയെല്ലാം പുതിയ വണ്ടികളാണ്. ഇതിപ്പം വണ്ടികൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഓൺലൈനകത്ത് ഒരു പകുതിക്ക് വണ്ടി പോലും ഇല്ലേ. അത് വണ്ടികളെല്ലാം വർക്ക്ഷോപ്പിൽ അങ്ങനെ ഒരു ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഈ പജേറോ തന്നെ അന്വേഷിച്ച് വരുന്നത്? പജീറോ തന്നെ എനിക്ക് തോന്നുന്നു. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് ഒരു 35 to 50 ആണ്. ആണോ? അത് ശരി. 35-50 അന്നത്തെ ഒരു ആളുകളുടെ അന്നത്തെ ഒരു 80s കിഡ്സിന്റെ 80s 90s കിഡ്സിന്റെ ഒരു ഭയങ്കര ഹരമായിരുന്നു. അതെ, ആ സമയത്ത് ആളുകൾ. പിന്നെ സ്വാഭാവികമായിട്ടും പിള്ളേർ പക്ഷേ ഞങ്ങളുടെ അടുക്ക് അങ്ങനെ അത്രയും വരാറില്ല. അങ്ങനെ അവരെ സംബന്ധിച്ച് അവർ വണ്ടി കുറച്ചും കൂടെ സ്നോർക്കൽ അങ്ങനെയൊക്കെ കയറ്റി വേറൊരു രീതിയിലുള്ള വണ്ടികളോട് അവർക്ക് താല്പര്യം. അപ്പം നമ്മൾ അങ്ങനത്തെ ഓൾട്രേഷൻസ് ഇവിടെ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അതിനകത്ത് നമുക്ക് അങ്ങനെ വലിയ പിള്ളേർ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റു വെച്ച് നോക്കുമ്പോൾ കുറവാണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ കണ്ടപ്പം ഞാൻ ചോദിച്ചിരുന്നു, അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നതെന്നുള്ളത്, പജേറോ അന്വേഷിച്ച് വരുന്നത്. അപ്പം ചേട്ടൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ മോബിനോട് കുറേ നേരം ചേട്ടൻ വരുന്ന സമയത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിലെങ്ങാണ്ട് ചെന്നൈയിൽ നിന്നെങ്ങാണ്ടൊരു 50-55 വയസ്സുള്ളൊരു ഒരാൾ വന്ന് വണ്ടി എടുത്തെന്ന് പറഞ്ഞു. വണ്ടി എടുത്തുകൊണ്ട് ഓടിച്ചു പോകുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം വെളിയിൽ നിന്ന് കേരളത്തിന് പുറത്തുനിന്നൊക്കെ വരാറുണ്ടോ? കേരളത്തിന് പുറത്തുനിന്ന് ഇപ്പം സെയിൽ നല്ലപോലുണ്ട്. സെയിൽ നല്ലപോലുണ്ട്. സെയിലിനേക്കാളും കൂടുതൽ നമ്മൾ വണ്ടി നമുക്ക് റീസ്റ്റോറേഷന് വേണ്ടി വെളിയിൽ നിന്ന് വരുന്നുണ്ട്, കേരളത്തിന് വെളിയിൽ നിന്ന്. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന വണ്ടികൾ ഈ പല വണ്ടികളും കേരളത്തിന് വെളിയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ വണ്ടികളാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിന് പുറത്തേക്കും പജേറോകളുടെ ഉണ്ട്, നല്ലപോലെ പോകുന്നുണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കകത്തൊരു നല്ല ശതമാനം കേരളത്തിന് വെളിയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതുവരെ നമ്മൾ ശരിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വരുന്ന നമ്മൾ ശരിക്കും റിപ്ലൈ പോലും കൊടുക്കുന്ന ഒരു എന്നുവെച്ചാൽ നമ്മളതുവരെ അത്രയും പ്രൊഫഷണൽ ആയിട്ടില്ല. അപ്പം നമ്മളങ്ങനെ പ്രൊഫഷണൽ ആകുന്നതിൻ്റെ മാത്രം പ്രശ്നമല്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് വണ്ടികൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നേരത്തെയൊക്കെ ഞങ്ങൾ വീഡിയോ കുറച്ച് കാലം മുമ്പ് ഇപ്പം ഞങ്ങൾ ഒത്തിരി കാലം വീഡിയോ ചെയ്തിട്ട് ഒരു സമയത്ത് ഒരു വീഡിയോ പോലും ചെയ്തിട്ട്, കാരണം വെച്ചാൽ 40 പോലെ തിരക്കാണ് നമുക്ക് ശരിക്കും. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് അന്ന് നമ്മൾ ഫസ്റ്റ് ഓണർ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർ പല വീഡിയോകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർ വണ്ടികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ. വളരെ കുറച്ച് വണ്ടികളാണ് അല്ലാത്ത ഓണർഷിപ്പ് നോക്കുക. ഇപ്പം നമ്മൾ ഓണർഷിപ്പ് നോക്കുന്നേ ഇല്ല. തേർഡ് ഓണർ ആണെങ്കിലും ഫോർത്ത് ഓണർ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വണ്ടിയുടെ ക്വാളിറ്റിയിൽ മാത്രമാണ് നോക്കുന്നത്. ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ബോഡി സൈഡ് ക്വാളിറ്റി, ആക്സിഡൻറ്റ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വണ്ടി കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ നിലവിലുണ്ട്, നല്ല രീതിയിലായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വെളിയിലേക്ക് വണ്ടികൾ പോകുന്നൊരു സാഹചര്യം ഉടനെ വരും. ഒരു സെഗ്മെൻറ്റിൽ ഇപ്പം ഫോർച്യൂണർ ഉൾപ്പെടെ ഒരുപാട് വാഹനങ്ങൾ വന്നിട്ടും ഇപ്പോഴും ഈ ആളുകൾ എന്നോ പ്രൊഡക്ഷൻ നിന്ന് പോയ നമ്മുടെ ഈ പജേറോ SFX ഒക്കെ അന്വേഷിച്ച് വരാനുള്ള കാരണം എന്താണെന്നാണ് ചേട്ടൻ കരുതുന്നത്? പജീറോ SFXന് വലിയൊരു ആരാധക വൃന്ദമുണ്ട് വണ്ടിക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ക്വാളിറ്റി വളരെ നല്ലതാണ്. ഇപ്പം ഇത്രയും വർഷം പഴക്കമുള്ള വണ്ടിയാണ്. ഞാൻ പറഞ്ഞ അന്നത്തെ നമ്മൾ അന്നത്തെ ഒരു അപ്ഡേഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ SFX വളരെ പുറകിലാണ്. അന്നത്തെ അപ്ഡേഷൻസ് നോക്കുന്ന സമയത്ത് ഇൻസൈഡ് നമ്മളൊക്കെ നോക്കുന്ന സമയത്ത്
അത്ര അപ്ഡേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വണ്ടി അല്ലാത്ത സമയത്ത് ഇപ്പോൾ നമ്മൾ കൊണ്ടു നടന്നാലും നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാം. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞൊരു വണ്ടി. പല ആളുകളും അവരുടെ സെക്കൻഡ് കാറായിട്ടും തേർഡ് കാറായിട്ടും അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി അവർ മേടിച്ച് വെക്കുന്നു, അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാം ഇപ്പം നമ്മളിത് ചെയ്യുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതിനോടുള്ളൊരു ഇഷ്ടം നമ്മുടെ കയ്യിലുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ആളുകളും. അവർ വളരെ കാര്യമായിട്ടൊക്കെ തന്നെയാണ് വണ്ടികൾ എല്ലാ ആൾക്കാരും അതെ. സർവീസൊക്കെയാണല്ലോ നമ്മൾ ചില ആളുകൾ തരുന്നതുകൊണ്ട് അത്ഭുതപ്പെട്ടു പോകും. ചെറിയ മൈന്യൂട്ട് ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ സർവീസിന് കൊണ്ട് തരും. അങ്ങനെ ഇത് നല്ലപോലെ നോക്കുന്ന ആൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആളുകളാണ് ഏറ്റവും നല്ല രീതിയിൽ പജീറോ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ആളുകൾ. വെളിയിൽ നിന്ന് നമുക്കങ്ങനെ നല്ല വണ്ടികൾ കിട്ടാറുണ്ട്. പിന്നെ ഇതാണ് വണ്ടികളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും വണ്ടിയുടെ ഓണർഷിപ്പും വണ്ടിയുടെ ക്വാളിറ്റിക്ക് അതൊക്കെ പുറകോട്ട് സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെയില് ആളുകളുടെ എല്ലാവരുടെയും എല്ലാ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഓരോ ആളുകൾ ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് അവർ എല്ലാ സാധനവും പുതിയത് വെച്ചിട്ട് ഇത് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ പല സാധനങ്ങളും പുതിയത് കിട്ടത്തില്ല. കിട്ടുമെന്ന് ചോദിച്ചാൽ പല സാധനങ്ങളും കിട്ടാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം സ്പെയർ അവൈലബിലിറ്റി ഒക്കെ നല്ലപോലെ ഉണ്ട്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം സ്പെയർ കിട്ടാഴി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ എന്തായാലും ഒരു 6 മാസക്കാലത്തിനുള്ളിൽ ഞങ്ങൾ നല്ലൊരു സ്പെയർ പാർട്സിങ് ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് ഒത്തിരി ആൾക്കാർ. ഇപ്പം നമ്മളെന്തായാലും ചെയ്യുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടംപോലെ ആളുകളുള്ളതുകൊണ്ട് നമ്മളതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഉടനെ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിനകത്ത് പല സാധനങ്ങളും കിട്ടാത്തതുകൊണ്ട് അപ്പം ഞാനെപ്പോഴും എല്ലാ കസ്റ്റമറോടും പറയും, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ പജീറോ SFX എന്ന് പറയുന്നത് 2013 2012 വണ്ടി സ്റ്റോപ്പ് ചെയ്തത്. അത് അന്ന് സെയിൽ ഔട്ട് ആകാത്ത വണ്ടികൾ 2013 ഒരു വിറ്റ വണ്ടികളാണ്. 2013 ഒരു ഫസ്റ്റ് ഫേസിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ ഒരു വിറ്റ് തീർത്തിട്ടുള്ളത്. അപ്പം അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ പോലും 14 വർഷമായി. ഇപ്പോൾ അവസാനത്തെ നിന്ന് പോയ ലാസ്റ്റ് മോഡൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ 2008 ഇറങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം 18 വർഷമായി ഈ വണ്ടി മാർക്കറ്റിൽ. അപ്പം നമ്മുടെ 18 വർഷം എന്ന് വെച്ചാൽ ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായമായി. അപ്പം അത്രയും കാലം പുറകിലുള്ളൊരു വണ്ടിയാണ് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം അവരുടെ മനസ്സിലും ഉണ്ടാവണം. അപ്പം ഞാൻ ഇവിടെ വരുന്ന ഒരു കസ്റ്റമറും ഇവിടെ വന്നിട്ടുള്ള എല്ലാ കസ്റ്റമറും ചോദിച്ചാൽ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യം പറയാൻ ഞാൻ ഒരാൾക്ക് പോലും വണ്ടി കൊടുത്തിട്ടില്ല. ഞാൻ ഈ ഒരു കാര്യം എല്ലാവരോടും പറയും. വെളിയിൽ നിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും, സാറൊന്ന് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് വണ്ടി എടുക്കണം. കാരണം വെച്ചാൽ മറ്റു വണ്ടികളും അത്ര സിമ്പിളല്ല ഓടിക്കാനൊക്കെ. ഇപ്പോൾ പല വീട്ടിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് വനിതകളൊക്കെ വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ സ്ത്രീകളൊക്കെ ഓടിക്കത്തില്ലെന്നല്ല കേട്ടോ പറയുന്നത്, അവർ ഓടിക്കുന്നതിനെ അല്ലേ പറഞ്ഞു. പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു വണ്ടിയാണ്, ഇത്രയും മറ്റു വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ സെൻസേഴ്സ് ഒന്നും ഇല്ല, ഇത്രയും വലിപ്പമുള്ളൊരു വണ്ടി കൊണ്ടു നടക്കാൻ എല്ലാവർക്കും അത്ര എളുപ്പമല്ല. മാനേജ് ചെയ്യണം. വണ്ടി കൊണ്ടു നടക്കാൻ ഒരു പാർക്ക് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. പിന്നെ വണ്ടിയുടെ ആ ഒരു റഫ് നേച്ചർ, വണ്ടി നമ്മുടെ പുതിയ ഒരു ന്യൂ ജനറേഷൻ കാർ വെച്ച് നോക്കുമ്പോഴത്തേനും അത് വളരെ അജഗജാന്തര വ്യത്യാസമാണ് വണ്ടിക്ക്. അപ്പം എല്ലാ ആൾക്കാരും കാഴ്ചയുള്ള ഭംഗിയും വീഡിയോ കാണുന്ന ഭംഗിയൊന്നും വണ്ടി റഫാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തുള്ളൂ വണ്ടി. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം എന്തായാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു കസ്റ്റമർ റിലേറ്റ് ഉണ്ട്. ഇപ്പോഴും അതെ, നമ്മൾ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൊന്നും നമ്മൾ സെയിലിന് വണ്ടി ഇടാറില്ല. ഇപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ കൂടെ മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നല്ല രീതിയിൽ സെയിലൊരു പ്രശ്നമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ സംബന്ധിച്ച് അത് കസ്റ്റമേഴ്സ് തേടിയെത്തുന്നുണ്ട്. ഉണ്ട്, നമുക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു പ്രശ്നമാണ് അന്ന് ഇപ്പോഴും ഉള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വർഷം കൊണ്ടൊക്കെ ഞങ്ങൾ ഈ കേരള രജിസ്ട്രേഷനിലേക്ക് വണ്ടി മാറ്റി കൊടുക്കുന്ന രീതി വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രശ്നം കുറച്ചേറെ ഞങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ വളരെ റെഡി ടു സെർവ് എന്നുള്ള രീതിയിൽ ഒരു കസ്റ്റമർ വന്നു അന്ന് തന്നെ നമുക്ക് വണ്ടി കൊടുക്കാവുന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ സെയിൽ ഞങ്ങൾക്ക് നല്ലപോലെ ചെയ്യാം. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർ വന്നു, അവർ വന്ന് വണ്ടി കണ്ടു, നമ്മൾ വർക്ക് ചെയ്തു, ചിലപ്പോൾ 1-2 മാസം സമയം പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ സപ്പോസ് നമ്മൾ AC പണിയെന്ന് വിചാരിക്കുക, AC ആസ് ഇറ്റ് ഈസ് കുഴപ്പമില്ലായിരിക്കും, അത് ഒരു ആവറേജ് രീതിയിലായിരിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിത് അടിച്ച് സർവീസ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇതിൻ്റെ അനുബന്ധ ഇപ്പോൾ കംപ്രസറിൻ്റെ പ്രശ്നം ഉണ്ടാവും, കണ്ടൻസ്, അങ്ങനെ എന്താണോ അതിൻ്റെ അകത്ത് അടുത്ത ഭാഗത്ത് പ്രശ്നങ്ങൾ വരും. അപ്പം ആ സാധനം നമുക്ക് പുതിയത് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, നമുക്ക് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ അന്വേഷിച്ച് പോയി മേടിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ അങ്ങനെ ഡിലേ വരും. അത് നമ്മളിത് അഴിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എന്താണ്. അങ്ങനെ പറഞ്ഞു ഒരു ടൈം സ്പാനിന് നമുക്ക് എപ്പോഴും ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലേക്ക് രജിസ്റ്റർ ചെയ്യുക, ഇവിടുന്ന് കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഒരു പരിധി വേഗം സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു പജേറോ വേൾഡും ഇങ്ങനെ SFXൻ്റെ സെയിലും ഒക്കെ ആയിട്ട് വന്നതിനിടയ്ക്ക് എന്തെങ്കിലും രസകരമായ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടോ? രസകരമെന്ന് വെച്ച് കഴിഞ്ഞാൽ രസമെന്ന് പറയാനുള്ള അങ്ങനെയൊന്നുമില്ല. ഒത്തിരി നല്ല ബന്ധങ്ങളുണ്ട്, ഒത്തിരി നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ രസകരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു കാലത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിരുന്ന
എൻ്റെ ഒരു കസ്റ്റമർ വിളിച്ചു ഒരു ദിവസം കസ്റ്റമർ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ പജീറോയുടെ സെയിൽ സ്റ്റോപ്പ് ചെയ്തു? ഞാൻ പറഞ്ഞു ഇല്ല സാറേ, പജീറോ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, സ്റ്റോപ്പ് ചെയ്തില്ല. ഞാനൊരു നമ്പർ വിളിച്ചിരുന്നു. ആ നമ്പർ വിളിച്ച സമയത്ത് ഞങ്ങൾ പജീറോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു, അതുകൊണ്ട് പജീറോ ഞങ്ങൾ ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് ആ നമ്പറിൽ നിന്ന് അവർ വേറെന്താ പറഞ്ഞത്? അപ്പം അത് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു. നമ്പർ പറഞ്ഞു ഞങ്ങളിപ്പോൾ ഫോർച്യൂണറാണ് ചെയ്യുന്നത്, അപ്പം അതുകൊണ്ട് ഫോർച്യൂണർ വേണമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാകത്തില്ല സാറേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എനിക്കൊരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തൊരു വീഡിയോ ആണ് അതിനകത്ത്. ഇപ്പോൾ വീഡിയോയ്ക്കകത്ത് നമ്പർ പിൻ ചെയ്തിട്ടുള്ളത് ആ വീഡിയോ ചെയ്ത ആളുടെ നമ്പർ പിൻ ചെയ്തേക്കുക. പുള്ളിക്കാരെ സെയിൽ സ്റ്റാർട്ട് ചെയ്തു. പുള്ളി ഫോർച്യൂണറിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്ത പജേറോയുടെ ആ വീഡിയോയിൽ പുള്ളി എഡിറ്റ് ചെയ്ത് പുള്ളിയുടെ നമ്പറോടെ കയറ്റി അല്ലേ? അപ്പൊ അതൊന്നുമില്ല നമ്മളെ, പക്ഷേ അതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മളെ സംബന്ധിച്ച് അതൊരു അന്നും നമ്മളതൊരു തമാശയുടെ രീതിയിൽ തന്നെ നമ്മൾ ഒഴിവാക്കി വിട്ടു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒത്തിരി പേര് നല്ലപോലെ സെയിൽ, ഇപ്പം നമ്മൾ തന്നെ പല ആളുകളും കാണുന്നുണ്ട്. ഒത്തിരി നമ്മളെക്കാളും സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേരളത്തിൽ. പജീറോ സെയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് വണ്ടി നല്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏത് മോഡൽ മുതൽ ഏത് മോഡൽ? എല്ലാ മോഡലും ഉണ്ട്. 2008 മുതൽ 2012 വരെ എല്ലാ മോഡലും ഉണ്ട്. 2012 കൂടുതൽ. ലാസ്റ്റ് മോഡൽ വരെയുള്ളതെല്ലാം ഉണ്ട്. 2012 ഉണ്ട്. 2012 വരെ എല്ലാ മോഡലും ഉണ്ട്. അത് മിക്കവാറും എല്ലാ സമയങ്ങളിലും നമുക്ക് വണ്ടിയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും ഇപ്പോൾ ഒരു 100 പേര് വിളിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ 2 വണ്ടി ഉണ്ടാവുള്ളൂ. അപ്പം അത് നമ്മുടെ പ്രശ്നം കൊണ്ടല്ല, അത് കിട്ടാനില്ലേ സാധനം. ഇപ്പം നമ്മളെ നല്ല ആരെ വിളിച്ചാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ലോൺ ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ്. ഒരു സാധാരണക്കാരവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ വിൽക്കാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വില 7 ലക്ഷം രൂപയാണ്. 7 മുതൽ മേളിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സാധാരണക്കാരവരെ സംബന്ധിച്ചിടത്തോളം 7 ലക്ഷം രൂപ റെഡി ക്യാഷ് ആയിട്ട് വണ്ടി ലോൺ കിട്ടാനായിട്ട് ഇത് 15 വർഷത്തിന് മേളിൽ പഴക്കമുള്ളതായതുകൊണ്ട് ബുദ്ധിമുട്ടാണ് കിട്ടാൻ. ചില ഫിനാൻസ് കമ്പനികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതർ സ്റ്റേറ്റ് ആണ് ചെയ്യുന്നത്. കേരളത്തിലേക്ക് പേര് മാറി കഴിഞ്ഞിട്ട് അവർ ലോൺ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ സെയിലിനെ ബാധിക്കുന്നൊരു വിഷയമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ഇതിനേക്കാളും ഹോട്ട് സെല്ലിംഗ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകും. പജീറോ വേൾഡിൻ്റെ അടുത്ത ഒരു എക്സ്പാൻഷൻ പ്ലാനൊക്കെ എന്തൊക്കെയാണ്? പജീറോ വേൾഡ് നമ്മൾ 2026 നമ്മൾ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്ന രീതിയിലാവും. എന്ന് വെച്ചാൽ നമ്മൾ സ്പേസ് നമ്മൾ തന്നെ കൊടുക്കുന്ന രീതിയിലാവും. ഇപ്പം തന്നെ ഞങ്ങൾ 2 മാസം കൂടുമ്പോൾ ഒരു വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് ആര് ചോദിച്ചാലും നമ്മുടെ കയ്യിൽ ബോഡി പാർട്സ് എല്ലാം ഇപ്പം നമുക്ക് എല്ലാ സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പം നിലവിൽ കാപ്പാസിറ്റീസ് ഇന്നത്തെ ദിവസമാണെങ്കിൽ നമുക്ക് ബോഡിയുടെ ഷെല്ലുണ്ട്, ഫുൾ ബോഡിയുണ്ട്, എഞ്ചിനുണ്ട്, ഗിയർ ബോക്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും നമ്മുടെ ഉണ്ട്. ഈ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ നമ്മുടെ ആവശ്യത്തിലേക്ക് എടുക്കുന്നത്. ഇപ്പം ഗ്ലാസ്, മിറേഴ്സ്, അല്ലാത്ത ചെറിയ സാധനമൊക്കെ നമ്മൾ എടുക്കും. കാരണം ഞങ്ങൾക്ക് എപ്പോഴും ഉപയോഗമുള്ളതായതുകൊണ്ട്. അല്ലാത്ത ഈ മെയിനായിട്ടുള്ള മെക്കാനിക്കൽ പാർട്സും ബോഡി പാർട്സും ഒക്കെ നമുക്ക് എല്ലാ സമയത്തും ഇപ്പോൾ സെയിലിനുണ്ട്. അപ്പം സെയില് നമ്മളീ പറയുന്ന പോലെ സ്പേസ് ഫുള്ളായിട്ട് അവൈലബിൾ ആവുന്ന ഒരു സംവിധാനം 2026 നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഒരു ഷോറൂമിനോട് ചേർന്നായിരിക്കും ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, കോട്ടയം ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, നമ്മുടെ ഏതെങ്കിലും തൊട്ടടുത്ത സ്ഥലങ്ങളിൽ തന്നെ. ഇപ്പം കൊറിയറൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വലിയ അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഈ റിസ്റ്റോറേഷൻ നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ, ഇപ്പം നമ്മൾ വെളിയിൽ നിന്ന് ഒത്തിരി വണ്ടി നമുക്ക് വരുന്നുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ റിസ്റ്റോറേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് കുറച്ചും കൂടെ നല്ലപോലെ നമ്മൾ ചെയ്യാവുന്ന പോലെ അതിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ വർഷം നമ്മൾ കേരളത്തിൽ നിന്ന് വെളിയിലേക്ക് വണ്ടി വിടാനുള്ള ഒരു സാഹചര്യം, വെളിയിൽ ഡിമാൻഡ് ഉണ്ട് വണ്ടിക്ക്. ഇപ്പം ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, കേരളത്തിലാണ് ചിലപ്പം ചില സമയത്ത് വണ്ടിക്ക് വില കുറവ്. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് 2026 നല്ലപോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇനി പറഞ്ഞ പോലെ നമ്മുടെ പല ഇതിൻ്റെ അകത്തെ പ്രശ്നം, നമ്മുടെ ഒരു എന്നാ പറയുക, നമ്മളെപ്പോഴും ഇതിനൊരു സൈഡ് ബിസിനസ്സായിട്ട് കാണുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ ഓഫീസ് നമ്മൾ നോക്കി അറിയാം, നമുക്ക് ഇത്രയും കാലമായിട്ട് നമ്മളിത് 100% ഫർണിഷ് ചെയ്തൊന്നും തീർന്നിട്ടില്ല. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഇതുണ്ട്. പക്ഷേ ഈ വർഷം നമ്മൾ കുറച്ചും കൂടി അത് ഒരു ബിസിനസ്സിൻ്റെ ഒരു രീതിയിലേക്ക്, നമ്മൾ നേരത്തെ ഇപ്പോഴും നമ്മൾ പറയുന്ന ആ ഒരു 100% ഒരു ബിസിനസ്സിൻ്റെ ലൈനിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ആ ഒരു ലൈനിലേക്ക് കൊണ്ടുവരണം തന്നെയാണ് ആഗ്രഹം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിനു വേണ്ടി തന്നെ ഇപ്പം സെയിലിന് വേണ്ടി തന്നെ വേണേൽ ഒരാളെ വെക്കാം. അപ്പം അങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാം. ഇതൊന്നും ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ആകെ സപ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുന്ന 3-4 സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിലെ സ്റ്റാഫ് അതേ ഉള്ളൂ. അല്ല സെയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ അന്ന് ഇന്നും വെച്ചിട്ടില്ല. അപ്പം അതൊക്കെ കുറച്ചൊന്ന് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ പജേറോ വേൾഡിൻ്റെ ഹരി ചിറക്കടവിൻ്റെയും വിശേഷങ്ങൾ കേട്ടല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ഇൻട്രോയിൽ പറഞ്ഞതുപോലെ, ഒരു വർഷം മുമ്പ് കണ്ടപ്പം അതൊരു ചെറിയ സെറ്റപ്പിൽ കുറച്ച് വണ്ടികളും ഒക്കെ ആയി വളരെ ചെറിയൊരു സെറ്റപ്പായിരുന്നു. ഇന്ന് ഒരു വർഷത്തിനിപ്പുറം ഇന്ന് നമ്മൾ കണ്ടപ്പോൾ ഒരു വലിയ ഷോറൂമുണ്ട്. ഷോറൂമിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് വണ്ടികളുണ്ട്. അതുകൂടാതെ 2026 ഈ നടപ്പ് വർഷത്തിൽ ഒരുപാട് എക്സ്പാൻഷൻ പ്ലാനുകൾ, പുതിയ സ്പെയർ പാർട്സ്, പജേറോയുടെ സ്പെയർ പാർട്സ് ഒരു ഷോപ്പ് ഇതിനോട് ചേർന്ന് തന്നെ അനുബന്ധമായിട്ട് തന്നെ തുടങ്ങുന്നത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ പജേറോയുടെ റെസ്റ്റോറേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്തേക്ക് വാഹനങ്ങൾ അയക്കാനുള്ള ആവശ്യക്കാർക്ക് അയക്കാൻ ഒരുപാട് ഡിമാൻഡുണ്ട് കേരളത്തിന് പുറത്തുനിന്ന്. അവർക്ക് ആ വാഹനങ്ങൾ കൊടുക്കാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹരി ചിറക്കടവ് ഒരു സ്വകാര്യ ബസ് സംരംഭകൻ കൂടിയാണ്. അദ്ദേഹത്തിന് ടൂറിസ്റ്റ് ബസ് ഉണ്ട്. അങ്ങനെ വാഹന വിപണിയുമായിട്ട് ബന്ധപ്പെട്ട്, ഓട്ടോമൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൂർണ്ണ ഓട്ടോമൊബൈൽ സംരംഭകനാണ് അദ്ദേഹം. അപ്പം പജേറോ വേൾഡിൻ്റെ വിശേഷം, സംരംഭകനായ ഹരി ചിറക്കടവിൻ്റെ വിശേഷം എല്ലാം കേട്ടു.
മറ്റൊരു വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ശരിയാണ്.